Hello dear students, this is Rahul R, Assistant Professor, Department of Commerce. As you all know, due to this COVID-19 situation, it's not possible to take regular classes in our college. So we must move on to our online platforms. This is my first online video for you guys. In this semester, I am going to teach you the subject e-business. Before we start, a warm welcome to all of you to semester 3. This is the hand guide you can use for this subject, and this hand guide is published by Pratibha Publications Changanasheri. Before we start, take your notebook and note down the doubts you may have during this session. The name of first module in this subject is e-business. In this module, we discuss about meaning of e-business, definition of e-business, types, models, benefits and limitations of e-business, e-commerce, e-commerce models, e-business and e-commerce, their differences, internet marketing, e-tailing, e-marketplace, its types and features, e-auction and types of e-auction. Our first topic is e-business. E-business or electronic business is the application of information and communication technologies in support of all the activities of business. It means business transactions that take place online with the help of internet. The term e-business came into existence in 1996. E-business എന്താണെന്ന് ചോദിച്ചാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് അഥവാ ICT. ഈ ICTയുടെ സഹായത്തോടു കൂടി ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്താൽ അതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഈ ICT എന്താണെന്ന് ചോദിച്ചാൽ അത് വെബ്സൈറ്റുകൾ, കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സ്, ഈ ഫെസിലിറ്റീസിനെയൊക്കെയാണ് ചുരുക്കി ICT അഥവാ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ടെക്നോളജീസിൻ്റെ സഹായത്തോടു കൂടി ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയും കമ്പ്യൂട്ടേഴ്സിൻ്റെയും സഹായത്തോടു കൂടി ഒരു ഓർഗനൈസേഷൻ അവരുടെ ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്താൽ അതാണ് ഈ ബിസിനസ്. ഈ ബിസിനസ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് 1996 ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഈ ബിസിനസ്സെ പറ്റി ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും മറ്റ് കമ്പ്യൂട്ടർ ടെക്നോളജീസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിൻ്റെ ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്താൽ അതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുക. ഈ ബിസിനസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ യൂട്ടിലൈസേഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇൻ സപ്പോർട്ട് ഓഫ് ആൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ്. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. പലതരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുക. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് യൂസിങ് ഇ ബിസിനസ് ടൂൾസ്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇ ബിസിനസ് ടൂൾസ് എന്ന് പറഞ്ഞ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടേഴ്സ്, ഇൻ്റർനെറ്റ്, സ്മാർട്ട് ഫോൺസ്, വെബ്സൈറ്റ്സ്, ഇതൊക്കെയാണ് ഇ ബിസിനസ് ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇ ബിസിനസ് ടൂൾസിൻ്റെ സഹായത്തോടു കൂടി ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ തരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺലൈൻ അഥവാ ഇ-കൊമേഴ്സ്. അതെന്താണെന്ന് ചോദിച്ചാൽ ഓൺലൈനായി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി സാധനങ്ങൾ, ഒരു ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത്, ആ ഒരു ആക്ടിവിറ്റിയാണ് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് ടൂൾസ് ഉപയോഗിച്ച് ഒരു ഓർഗനൈസേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റിയാണ് ഇ കൊമേഴ്സ്.
അഥവാ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഓൺലൈൻ. നെക്സ്റ്റ് പോയിന്റ്, ഇ-ടെയിലിംഗ്. ഇ-ടെയിലിംഗ് മീൻസ് ഇലക്ട്രോണിക് റീറ്റെയിലിംഗ്. ഇറ്റ് ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് റീറ്റെയിൽ ഗുഡ്സ് ത്രൂ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. അതായത് ഇൻ്റർനെറ്റിൽ വഴി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി റീറ്റെയിൽ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇ-ടെയിലിംഗ് എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പോഴും നമുക്കിതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, യൂസ് ഓഫ് ഇൻ്റർനെറ്റ് ടു മാനേജ് ബിസിനസ് ആക്ടിവിറ്റീസ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഓർഗനൈസേഷൻ അകത്ത് നടക്കുന്ന പലതരത്തിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ്, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസ്. ഇമെയിൽ വഴിയും സോഷ്യൽ മീഡിയാസൊക്കെ വഴിയും ഒരു ഓർഗനൈസേഷൻ്റെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ അവരുടെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസുമായിട്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈ ബിസിനസ് ടൂൾസ് ഒരു ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഓൺലൈൻ ട്രെയിനിങ് അഥവാ ഇ ലേണിംഗ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് അഥവാ അവിടുത്തെ വർക്കേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ്, അതായത് അവിടെയുള്ള ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ അവർക്കൊരു ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഈ ലേണിംഗ് അഥവാ ഓൺലൈൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഫൈനൽ പോയിന്റ്, ഓൺലൈൻ മാർക്കറ്റിംഗ്. ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് ഓർ സർവീസ് അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായം ആ ഓർഗനൈസേഷൻ യൂട്ടിലൈസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയാണ് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ദ മെയിൻ ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് യൂസിങ് ഇ ബിസിനസ് ടൂൾസ് ആർ trading of goods and services online or e-commerce, electronic retailing, use of internet to manage business activities, online communications through emails, social media platform, etc., online training or e-learning, and online marketing. Next topic is features of e-business. First point, easy to set up. While we comparing with the traditional business, e-business can be easily started by creating a online website or with the help of internet. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴിയോ നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഇ ബിസിനസ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അഥവാ ഒരു ഇ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, നോ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്. ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, ഈ എല്ലാ ആക്ടിവിറ്റീസും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് വൈഡ് ആക്സസ് ഇൻ്റർനെറ്റിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷന് ഒരിക്കലും ഒരു ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടാകത്തില്ല. നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഈ ലോകത്തുള്ള ഏത് മുക്കിലും മൂലയിലും വേണമെങ്കിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ ബിസിനസ്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഇറ്റ് ഈസ് ചീപ്പർ ദാൻ ട്രഡീഷണൽ ബിസിനസ്. നമ്മൾ നോർമലി ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു ലാൻഡ് വേണം, ബിൽഡിങ് വേണം, അതിനകത്തുള്ള എക്യുപ്മെൻറ്റ്സ് വേണം, ലേബേഴ്സ് വേണം. പക്ഷേ ഓൺലൈൻ ബിസിനസ്സിൻ്റെ കേസാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രഡീഷണൽ ബിസിനസ് അല്ലെങ്കിൽ നോർമലി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ചിലവ് കുറവാണ് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ബിസിനസ്സിൻ്റെ മറ്റൊരു ഫീച്ചർ. നെക്സ്റ്റ് പോയിന്റ്, നോ പേഴ്സണൽ ടച്ച്. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ബിസിനസ് പ്ലാറ്റ്ഫോംസ് വഴി നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് കണ്ട് തൊട്ട് അല്ലെങ്കിൽ അത് അനുഭവിച്ച് ബോധ്യപ്പെട്ട് വാങ്ങാൻ നമുക്ക് പറ്റത്തില്ല.
ആ ഇ ബിസിനസ് പോർട്ടലിൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ തന്നിരിക്കുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നേരിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എവിടെയില്ല, ഈ ബിസിനസ്സിൽ ഇല്ല. അതിൻ്റെ മറ്റൊരു ഫീച്ചറാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ബയർ ആൻഡ് സെല്ലർ ഡു നോട്ട് മീറ്റ്. നോർമൽ കേസിൽ നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സെല്ലറും ബയറായ നമ്മളും തമ്മിൽ നേരിട്ട് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. ഈ ബിസിനസ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് എല്ലാം ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. പർച്ചേസിങ് ആയാലും സെല്ലിംഗ് ആയാലും എല്ലാം ഓൺലൈനായിട്ടാണ് ഇവിടെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബയർ സെല്ലർ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, സബ്സിഡീസ് ഫ്രം ഗവൺമെൻറ്. നിലവിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ ഈ ബിസിനസ് സംരംഭങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്ന എൻ്റർപ്രനേഴ്സിനൊക്കെ പലതരത്തിലുള്ള സബ്സിഡീസാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അവർക്കൊരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഫ്ലെക്സിബിൾ ബിസിനസ് ഹവേഴ്സ്. ഈ ബിസിനസ്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണത്. എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനെറ്റ് നമുക്ക് 24/7 ആക്സസിബിൾ ഉള്ള ഒരു കാര്യമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന മീഡിയം ഓഫ് ബിസിനസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ബിസിനസ് അവേഴ്സ് ആയിരിക്കുമെന്ന്. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പ്രോഡക്റ്റ് വാങ്ങുകയോ വിൽക്കുകയോ എല്ലാം ചെയ്യാം. നമ്മൾ അല്ലെങ്കിൽ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, അതായത് ഒരു വെബ്സൈറ്റ്, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി, ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം, ഇതൊക്കെ അവർ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജും ഫീച്ചറുമാണ് ഫ്ലെക്സിബിൾ ബിസിനസ് ഹവേഴ്സ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ട്രാൻസാക്ഷൻ റിസ്ക് ഈസ് ഹയർ. ഈ ബിസിനസ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഓൺലൈൻ ബിസിനസ്സുകളുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് ട്രാൻസാക്ഷൻ റിസ്ക്. അഥവാ ഈ ഹാക്കേഴ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ ബിസിനസ് ട്രാൻസാക്ഷൻസിലുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മുടെ ഈ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ വഴിയൊക്കെ പണം തട്ടിയെടുക്കാനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് റിസ്ക് എലമെൻറ്റ് ഈ ബിസിനസ്സിന് കൂടുതലാണ്. നമ്മൾ ട്രഡീഷണൽ ബിസിനസ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ബിസിനസ്സിന് ഈ പറയുന്ന റിസ്ക് എലമെൻറ്റ് വളരെ ഹൈ ആണ്. ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജും ഇത് തന്നെയാണ്. അപ്പോൾ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഈ ബിസിനസ് ആർ: ഇറ്റ് ഈസ് ഈസി ടു സെറ്റപ്പ്, നോ ജിയോഗ്രഫിക്കൽ ബൗണ്ടറീസ്, it is cheaper than traditional business, no personal touch, buyer and seller do not meet, subsidies from government, flexible business hours, transaction risk is higher. Next topic is e-commerce. As I said earlier, e-commerce is the buying and selling of goods and services through internet. It uses internet and websites for exchanging goods and services. In short, it is digitally enabled commercial transactions. E-commerce എന്താണെന്ന് ചോദിച്ചാൽ, ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്താൽ അതിനെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൻ്റെയും വെബ്സൈറ്റുകളുടെയും സഹായത്തോടു കൂടിയാണ് ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി സാധനങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഓർ സർവീസസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. വെബ്സൈറ്റുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. According to World Trade Organization, e-commerce is the production,
distribution, marketing, sale, or delivery of goods and services by electronic means. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അവയുടെ എക്സ്ചേഞ്ച് അഥവാ അവയുടെ ബൈയിങ് ആൻഡ് സെല്ലിങ്, അവയുടെ ഡിസ്ട്രിബ്യൂഷൻ, ഈ പ്രോഡക്ട്സിൻ്റെ മാർക്കറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഇലക്ട്രോണിക് മീൻസ്, അതായത് ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുക. Now we can discuss about the differences between e-business and e-commerce. E-business and e-commerce is almost similar, but there are lot of differences between e-business and e-commerce. E-business is the use of internet to conduct business transactions. But e-commerce is the exchange of goods and services through internet, or buying and selling of goods and services through internet. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻസ് കണ്ടക്ട് ചെയ്താൽ അതിനെയാണ് ഈ ബിസിനസ് എന്ന് പറയുക. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി ഏതെങ്കിലും തരത്തിലുള്ള പ്രോഡക്റ്റോ സർവീസോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് ഈ കൊമേഴ്സ് എന്ന് പറയുക. ഇൻ ഈ ബിസിനസ് വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആർ കണ്ടക്റ്റഡ് സച്ച് ആസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇ പ്രൊക്യൂർമെൻറ്റ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, electronic marketing, e-retailing, etc. On the other hand, e-commerce is limited to exchange of products and services for money. ഈ ബിസിനസ്സിൽ ഒരു ഓർഗനൈസേഷന് നോർമലി കണ്ടക്ട് ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ബിസിനസ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ട് ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് ആയാലും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ആയാലും സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആയാലും ഒക്കെ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഈ ബിസിനസ്സിൻ്റെ സഹായത്തോടു കൂടി ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. പക്ഷേ ഇ കൊമേഴ്സിൻ്റെ കേസിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് സാധനങ്ങൾ വാങ്ങുക വിൽക്കുക, ക്യാഷ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ക്യാഷ് വാങ്ങിക്കൊണ്ട് സാധനങ്ങൾ വാങ്ങുക വിൽക്കുക എന്ന ഒറ്റ ആക്ടിവിറ്റി മാത്രമേ എവിടെ നടക്കുന്നുള്ളൂ? ഇ കൊമേഴ്സിൽ നടക്കുന്നുള്ളൂ. ഇ കൊമേഴ്സ് ഈസ് എ പാർട്ട് ഓഫ് ഇ ബിസിനസ് ആൻഡ് ഇ ബിസിനസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഇ കൊമേഴ്സ്. ഈ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഒന്ന് മാത്രമാണ് എന്ത്? ഇ കൊമേഴ്സ് അഥവാ ഈ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ കൊമേഴ്സ് എന്നത് ഈ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ കണ്ടക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഒന്ന് മാത്രമാണ്. പക്ഷേ ഒരിക്കലും ഈ ബിസിനസ് ഇ കൊമേഴ്സിൻ്റെ ഒരു പാർട്ടല്ല. കാരണം ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന ഒരേ ഒരു ആക്ടിവിറ്റി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. ഇൻ ഈ ബിസിനസ് exchange of money doesn't take place all the time. On the other hand, in e-commerce, there is always exchange of money. ഈ ബിസിനസ്സിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ബിസിനസ്സിൽ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും എക്സ്ചേഞ്ച് ഓഫ് മണി, അതായത് ഒരു ഓർഗനൈസേഷൻ മറ്റൊരു കൗണ്ടർ പാർട്ടിയുമായിട്ട് എപ്പോഴും എക്സ്ചേഞ്ച് ഓഫ് മണി അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ച് നടക്കണം എന്നില്ല ഈ ബിസിനസ്സിൽ. പക്ഷേ ഇ കൊമേഴ്സിൽ നടക്കുന്ന ഒരേ ഒരു ആക്ടിവിറ്റിയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ സാധനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ടൈമിൽ എന്തു ചെയ്യുന്നുണ്ട്? മണി എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. ബയർ സെല്ലറിന് എന്തു കൊടുക്കുന്നുണ്ട്? ക്യാഷ് കൊടുക്കുന്നുണ്ട്. So that's the end of our first online session. Thank you all.